അവൻ തിരഞ്ഞെടുക്കും. അവനെ തിരഞ്ഞെടുക്കുമ്പോൾ, അവനെ അന്തരീക്ഷം തിരഞ്ഞെടുത്തപ്പോൾ, അവനെ ചുറ്റുപാടുമുള്ളത് അവനെ തിരഞ്ഞെടുത്തപ്പോൾ അവൻ സമ്പൂർണ്ണമായിട്ടുള്ള സാക്ഷരതയിൽ അവൻ്റെ വളർച്ച സംഭവിക്കുന്നു. പക്ഷെ അവൻ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ അവന് എല്ലാം ദഹിക്കത്തില്ല. പക്ഷെ അവനെ തിരഞ്ഞെടുക്കുന്നത്, ചുറ്റുപാടും കാണുന്നതെല്ലാം അവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവനവിടെ അതെല്ലാമായിട്ട് സഹകരിച്ചേ പറ്റത്തുള്ളൂ. അവിടെ ഒരു കാരണവശാലും എല്ലാം എന്ന് പറയുന്ന ഭാഗത്തിന് വേറെ അർത്ഥമൊന്നുമില്ല. പക്ഷെ അവൻ്റെ അഹങ്കാരം തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ അവന് എല്ലാം പറ്റത്തില്ല. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ. അഹങ്കാരമാണ് ഇവിടെ ആക്റ്റീവ് ആകുന്നതെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരത ഒരിക്കലും സാധ്യമല്ല. ഹായ് സെബു ജെനി, ഹാവ് എ വണ്ടർഫുൾ ഡേ ഓൾ ഓഫ് യു. ഇത് വൈഫാണോ? ഹലോ കാമില ചേച്ചി, യു ആർ ക്യൂട്ട്. ഹലോ ഫ്ലവറി. കേൾക്കാം, പറയാം. വായിക്കണ്ടേ? നമ്മളെല്ലാ കമൻസും വായിക്കാന്ന് വിചാരിച്ചതാണ്. അല്ല, കമൻറ്റുകൾ നമ്മളെല്ലാ കമൻറ്റുകളും വായിച്ച് തന്നെ വേണം. ഒന്നും മിസ്സായെന്ന് അവരെ കൂടി നമ്മളെല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യണം. നമ്മൾ ഒന്നിനെയും നമ്മൾ തള്ളിക്കളയുന്നില്ല, സർവ്വതിനെ അഡ്രസ്സ് ചെയ്യും. നമ്മുടെ ശ്രദ്ധയിൽ എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം അഡ്രസ്സ് ചെയ്ത് പോവുകയാണ്. കാരണം നമ്മളെ തേടി വന്നതാണ്, നമ്മളെ തേടി വരും. നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന എല്ലാം നമ്മളെ തേടി വരുന്നു. അതിന് ഒന്നിനെയും നമ്മൾ തള്ളിക്കളയരുത്. അവിടെയാണ് നമുക്ക് റിയൽ സാക്ഷരത കിട്ടുന്നത്. അപ്പോഴാണ് സാക്ഷിയാകുന്നത്. നമ്മൾ തീരുമാനിച്ചിട്ട് ചിലതിനെ ഒഴിവാക്കണം. എന്തുകൊണ്ട് ഒഴിവാക്കുന്നു? അപ്പം ഞാനെന്നുള്ള അഹങ്കാരം വന്ന്, അപ്പോഴാണ് ഞാനെന്നുള്ള അഹങ്കാരം വരുന്നത്. അങ്ങനെ പറയും. ശ്രദ്ധ എന്തിനെയാണോ ശ്രദ്ധിക്കുന്നത്, എന്തിനെയാണോ ശ്രദ്ധിക്കുന്നത് അതാണ് സാക്ഷി. അവിടെ സാക്ഷി ഉണർന്നു വരണം. ശ്രദ്ധ അവിടെ ഉണ്ട്, പക്ഷെ ആരാണ് ശ്രദ്ധിക്കുന്നത്? ആ ശ്രദ്ധിക്കുമ്പോൾ എന്നിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു, എന്തിനെന്ത് മാറ്റം ഉണ്ടാകുന്നു, അതാണ് സാക്ഷി. അത് വൃത്തിയുള്ളവന് മാത്രമേ സാക്ഷിയെ കിട്ടത്തുള്ളൂ. ആദ്യം സാക്ഷിയൊന്നുമില്ല, ആദ്യം ശ്രദ്ധയില്ല, കുറേ പ്രവൃത്തിയുണ്ട്, എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു അഹങ്കാരമുണ്ട്. അവിടെ ശ്രദ്ധയില്ല, സാക്ഷിയില്ല, ഒന്നുമില്ല. അവ ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യസന്ധത കൊണ്ടുവരുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയെ ആർക്കാണ് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്? അങ്ങനെ ആർക്കാണോ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് ശ്രദ്ധ ജനിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ശ്രദ്ധയുള്ളവന് മാത്രമേ. ശ്രദ്ധ ജനിച്ചാലല്ലേ. ശ്രദ്ധയില്ലാത്തവന് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തി ആകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം, അപ്പോഴേ ഒരു വ്യക്തിയാകത്തുള്ളൂ. ഒരു കുട്ടി ജനിച്ചു, സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു, അതുകൊണ്ടൊന്നും വ്യക്തിയാകത്തില്ല, വ്യക്തിയാകുന്നില്ല. ഇവിടെ സ്കൂളും കോളേജും ഒന്നും ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിന് പാകതയുള്ളതല്ല. അല്ല, ഒരു സംശയവും വേണ്ട. സ്കൂളും കോളേജും പ്രൊഫഷണലായിട്ട് പലതും ചെയ്യുന്നു. ലൈംഗികമായിട്ട് കല്യാണം കഴിച്ചു, അതുകൊണ്ട് വ്യക്തിയാകുന്നില്ല, വ്യക്തിയാകത്തില്ല. കല്യാണം കഴിച്ചതുകൊണ്ട്, സമ്പാദിച്ചതുകൊണ്ട് വ്യക്തിയാകത്തില്ല. ധനം സംഭരിച്ചതുകൊണ്ട് വ്യക്തിയാകത്തില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒട്ടനവധി പ്രവൃത്തികളൊന്നും വ്യക്തിത്വ ബോധത്തിന് അനുകൂലമല്ല, മതവും അനുകൂലമല്ല. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയാവാനേ, അയാൾ പഠിപ്പിച്ചിട്ട് നല്ല ഗവൺമെന്റ് ജോലി പൈസ ഉണ്ടാക്കി കഴിഞ്ഞാല് അയാള് സമൂഹത്തിന്റെ വ്യക്തിയാണ്. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെ നമ്മൾ വ്യക്തിന്ന് പോയി അളന്നെടുക്കുക? അയാൾ വ്യക്തിയാണ്. അയാളെന്താ യെസ്, ഗുഡ് മോർണിംഗ്. ജീവിക്കുന്നു അതിന് പിന്നെ വ്യക്തി എന്നല്ലാതെ ഇതൊക്കെ തന്നെ എല്ലാരും ചെയ്യുന്നത്. ഇതല്ലാതെ വേറെന്താ? আপনি যে ব্যক্তির সঙ্গে যোগাযোগ করার চেষ্টা করছেন ഒരു മിനിറ്റ് വായിക്കും. സാർ, എന്താണ് സാക്ഷി? ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? സാക്ഷി എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക്